വീണ്ടും വാർത്തകളിലേക്ക്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഇന്ന് 75ാം പിറന്നാൾ. പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ലാതെ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു കർദിനാൾ. ചങ്ങനാശ്ശേരി തുരുത്തിയിലെ ആലഞ്ചേരി ഫിലിപ്പോസ് മറിയാമ്മ ദമ്പതിമാരുടെ 10 മക്കളിൽ 6ാമനായി 1947 ഏപ്രിൽ 19 ജനിച്ചത്. ആലുവ മേജർ സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി 1972 വൈദിക പട്ടം സ്വീകരിച്ചു. ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. 1986 മുതൽ 6 വർഷക്കാലം KCBCയുടെ ആസ്ഥാന കേന്ദ്രമായ POCയുടെ ഡയറക്ടറുമായി പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറലായി നിയമിതനായി. 10 വർഷത്തോളം വടവാതൂർ സെമിനാരിയിൽ ദൈവശാസ്ത്ര അധ്യാപകനായും പ്രവർത്തിച്ചു. 1996 തക്കല കേന്ദ്രമാക്കി ഒരു രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ പ്രഥമ മെത്രാനായി നിയമിതനായി. 1997 ഫെബ്രുവരി 2 മെത്രാൻ പട്ടം സ്വീകരിച്ചു. 2011 ഏപ്രിൽ 1 മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വർക്കി വിധേയത്തിൽ കാലം ചെയ്തപ്പോൾ തക്കല രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു. 2011 മെയ് 29 ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. 2012 ഫെബ്രുവരി 18 വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ കർദിനാൾ ആലഞ്ചേരിയും പങ്കെടുത്തിരുന്നു. സാർവത്രിക സഭയിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള 115 കർദിനാൾമാരിൽ ഒരാളാണ് മാർ ജോർജ് ആലഞ്ചേരി. 35 രൂപതകളിലായി 50 ലക്ഷത്തോളം സീറോ മലബാർ കത്തോലിക്കരുടെ ആത്മീയ പിതാവാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി. COVID-19 എന്ന മഹാമാരിയുടെ പരീക്ഷണത്തിൽ വിജയം നേടാൻ കൂട്ടായ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കർദിനാളിന്റെ 75ാം ജന്മദിനം പതിവ് പോലെ ലളിതമായി നടന്നു. ജന്മദിനത്തിൽ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ മാർ ജോർജ് ആലഞ്ചേരി ദിവ്യബലി അർപ്പിച്ചു. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം. സീറോ മലബാർ സഭയുടെ തലവനും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ 75ാം ജന്മദിനം പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെ ലളിതമായിട്ടാണ് നടന്നത്. സഭാകേന്ദ്രമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെ ദേവാലയത്തിൽ പുതുഞായർ ദിനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ലോകത്തെ കോവിഡിന്റെ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തോട് കൂട്ടായി പ്രാർത്ഥിക്കണമെന്നും കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. തനിക്ക് ജന്മദിനാശംസകൾ നേർന്നവർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പരിശ്രമം കൊണ്ടും എന്നാൽ അങ്ങയുടെ കൃപ കൊണ്ടും ഞങ്ങളെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് എനിക്ക് 75 വയസ്സ് തികയുകയാണ്. തീർച്ചയായിട്ടും സഭയിലെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണല്ലോ ഞാനിപ്പോൾ നിർവഹിക്കുന്നത്. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആദ്യമായിട്ട്, അതോടുകൂടി എനിക്ക് വേണ്ടിയും. അങ്ങനെ നമ്മുടെ സഭയുടേതായ സാക്ഷ്യം ഈ ലോകത്തിൽ കൂടുതൽ പ്രകാശിതമാകുന്നതിന് വേണ്ടി എൻ്റെ എളിയ ശുശ്രൂഷ വഴിയും മറ്റു മെത്രാന്മാരുടെയും സഭയിലെ വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായ സമൂഹത്തിൻ്റെയും ഒക്കെ കൂട്ടായ സാക്ഷ്യത്തിൽ അതും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതുഞായർ കുർബാന ഷെക്കേന ടെലിവിഷൻ തത്സമയം സംപ്രേഷണം ചെയ്തതിൽ കർദിനാൾ നന്ദി പറഞ്ഞു. സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ സഭാ കാര്യാലയത്തിലെ വൈദികരും സന്യസ്തരും കർദിനാളിന് ജന്മദിനാശംസകൾ നേർന്നു. തുടർന്ന് കർദിനാൾ കേക്ക് മുറിക്കുകയും ചെയ്തു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ജന്മദിനാശംസകൾ അറിയിച്ചവർക്കും കർദിനാൾ നന്ദി രേഖപ്പെടുത്തി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി.